ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സോളാർ ക്യാമറ ആണ്. ഈ സോളാർ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമുക്ക് 360 റൊട്ടേഷനുള്ള ഒരു ടൈപ്പ് മോഡൽ ക്യാമറയാണ്. ആദ്യത്തെ ക്യാമറ തിരിയുമ്പോൾ രണ്ട് ഡുവൽ ലെൻസ് വരുന്നുണ്ട്. ലൈവ് ഫോക്കസ്ഡ് ആയിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എല്ലാവർക്കും വരുന്നൊരു ബുദ്ധിമുട്ട് കോമണായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ആ ക്യാമറ പൊസിഷൻ മാറിയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രോബ്ലം വരാറുണ്ട്. ഈ ഒരു കേസിലേക്ക് ഈ ഒരു ക്യാമറ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. പക്ഷേ ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഒരു ലെൻസും 360 റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ലെൻസും കൊടുത്തിട്ട് രണ്ട് ഡുവൽ ക്യാമറ ആയിട്ട് വരുന്ന ഒരു സിമ്പിളായിട്ട് നമുക്ക് ഫാമിലേക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ ഇല്ലാത്ത ഏരിയയിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതിൽ 4Gയും 5Gയും സിമ്മ് സപ്പോർട്ട് ചെയ്യും. 256 GB വരെ നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് ക്ലൗഡ് സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ഇതിൽ ഡാറ്റ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഒരു സോളാർ പാനൽ വരുന്നുണ്ട് 4000 വോൾട്ടിൽ, ലൈറ്റിനിങ് പ്രൊട്ടക്ഷനും. ഇത് സെക്യൂർ എന്ന് പറഞ്ഞുള്ള കമ്പനിയുടെയാണ്. 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി സപ്പോർട്ടൊക്കെ ഇതിൽ ക്യാമറയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഡേ നൈറ്റ് നമുക്ക് കളർ വ്യൂ അല്ലെങ്കിൽ നോർമൽ IR വ്യൂ ഒക്കെ വേണമെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ അഡീഷണൽ വരുന്നുണ്ട്. ഹ്യൂമൻ ഡിറ്റക്റ്റ് ചെയ്യും. അത് ഹ്യൂമൻ ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ഫോക്കസിങ്, റൊട്ടേഷൻ, ഓട്ടോ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. 3 മെഗാപിക്സലാണ് വരുന്നത്. സോളാർ പാനൽ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇൻസ്റ്റാളേഷൻ ഏറ്റവും ഈസി ആയിട്ട് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ലൈവ് അലേർട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ ക്യാമറയ്ക്കും കൊടുക്കുന്നത് പോലത്തുള്ള അഡ്വാൻസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. IP66 വെതർ പ്രൂഫാണ് വരുന്നത്. അത്യാവശ്യം നല്ല മഴയിലും കുഴപ്പമില്ലാതെ തന്നെ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല ലൈഫിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അതാണിത് വരുന്നത്. അകലെയുള്ള ഫാമിലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ക്യാമറ വെച്ചിട്ട് അവർക്ക് നിങ്ങൾക്ക് പോയി കണ്ട് നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലി കൃഷി സ്ഥലങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്ന പാടത്തൊക്കെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇനി ലൊക്കേഷൻ മാറ്റി വേറെ സ്ഥലത്തേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് സിമ്മും കോൺഫിഗറേഷനൊക്കെ വരുന്നത്. ജസ്റ്റ് അയച്ചിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്യാമറ ഉള്ളത്. ഈ ക്യാമറയുടെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാം. പിന്നെ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ സപ്പോർട്ട് കാര്യങ്ങൾ തരാൻ പറ്റും.